കർത്താവിന്റെ അതിപരിശുദ്ധമായ ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശ്യവാക്യം 20-ാം അധ്യായം എന്റെ 22-ാമത്തെ വാക്യം. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്, യഹോവയെ കാത്തിരിക്കാം, അവൻ നിന്നെ രക്ഷിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ 2 ഭാഗം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഭാഗം ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. പിന്നെന്ത് ചെയ്യണം? അതിൽ 2-ാമത്തെ ഭാഗം പറയുന്നത് ഹല്ലേലൂയ, യഹോവയെ കാത്തിരിക്കാം, അവൻ നിന്നെ രക്ഷിക്കും. പ്രൈസ്. അപ്പം ഒരാൾ നിങ്ങൾക്കെതിരെ ദോഷമായ രീതികൾ, ദോഷപ്രവർത്തികൾ ചെയ്താൽ നിങ്ങൾ പ്രതികാരം ചെയ്യാതെ, പ്രൈസ്, നിങ്ങൾ യഹോവയെ കാത്തിരുന്നാൽ യഹോവ നിങ്ങളെ രക്ഷിക്കും എന്നാണ് ഈ വചനത്തിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ അധ്യായം മുഴുവൻ വായിച്ചു പഠിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിലെ സൽഗുണങ്ങളും ദുർഗുണങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. സൽഗുണങ്ങളും ദുർഗുണങ്ങളും. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും സൽഗുണങ്ങളുമുണ്ട്, ദുർഗുണങ്ങളുമുണ്ട്. എന്നിൽ സൽഗുണം മാത്രമേ ഉള്ളൂ എന്ന് പറയാനും മാത്രം ഇവിടെ ആരും ജീവിക്കുന്നില്ല. എല്ലാവരിലും ദുർഗുണമുണ്ട്. ചിലർ പറയും, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ, സത്യം മാത്രമേ സംസാരിക്കുള്ളൂ, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യില്ല. അങ്ങനെ പറയുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ദുർഗുണം ചെയ്യുന്നത് നിങ്ങൾ തിരിച്ചറിയണം. അല്ലേ? അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ സ്വഭാവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. പ്രൈസറോ. അതിന്റെ നടുവിലാണ് നാം വസിക്കുന്നത്. ദുർഗുണങ്ങൾ കൊണ്ട് നിറയപ്പെട്ട സമൂഹത്തിന്റെ നടുവിൽ ഞാനും നിങ്ങളും കാത്തിരിക്കുമ്പോൾ മനുഷ്യൻ നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒക്കെ അപവാദങ്ങൾ പറഞ്ഞ് പരത്തുമ്പോൾ, അപവാദങ്ങൾക്ക് നാം വിധേയപ്പെടുമ്പോൾ, നാം അവർക്കെതിരെ ദോഷത്തിന് മുതിരാതെ, പ്രതികാരം ചെയ്യാതെ നമ്മൾ യഹോവയ്ക്ക് കാത്തിരുന്നാൽ രക്ഷ നമുക്ക് തന്നെയാണ്. അതാണ് ദാവീദ് പറയുന്നത്. ഹല്ലേലൂയ. ശലോമോൻ പറയുന്നതും ദാവീദിനെ കുറിച്ച് ശക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സംഗീത പുസ്തകം 3-ാം അധ്യായമാണ്. സംഗീത പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഹല്ലേലൂയ, യഹോവേ എഴുന്നേൽക്കണമേ, യഹോവേ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെ ഒക്കെയും ചെകിട്ടത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. കണ്ട, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ, ഹല്ലേലൂയ, ആമേൻ, ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ച് ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളയുമെന്നുള്ള വിശ്വാസം സങ്കീർത്തനക്കാരനായിരിക്കും ദാവീദിൽ ഉണ്ടാകുക. ഇവിടെ ദൈവവചനം ഞാൻ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആർക്കുമെതിരെ ദോഷം ചെയ്യാതെ, ഒരുപക്ഷെ നിങ്ങൾ അപവാദം കേട്ട് മടുത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, നിന്ന കേട്ട് മടുത്ത വ്യക്തിയായിരിക്കാം, നിങ്ങളെ നോക്കി അനവധി ആളുകൾ പരീക്ഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അവർക്കെതിരെ പ്രതികാരം ചെയ്യാതെ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ നിന്റെ ശത്രുവിന്റെ ചെകിട്ടത്തടിച്ച് അവന്റെ പല്ല് തകർത്ത് കളയുവാൻ ദൈവത്തിന് കഴിയും. വ്യക്തം ചെയ്യും. ദാവീദ് പറഞ്ഞ കാര്യമാണ്. സങ്കീർത്തനം 3:7 കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ അല്ലെങ്കിൽ ശത്രുക്കൾക്കെതിരെയുള്ള ദൈവത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സ്മരിക്കുക. ദൈവം നമുക്ക് സുസ്ഥിരമായ അഭയകേന്ദ്രമാണെന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ ശത്രുവിന്റെ പരാജയത്തെ നിങ്ങൾ മനസ്സിലാക്കി ദൈവം നമുക്ക് അഭയകേന്ദ്രമാണ്, യേശു നമുക്ക് അഭയകേന്ദ്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ദൈവിക പ്രവർത്തന നിരത കാണാൻ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന് കാത്തിരിക്കണം. ഹല്ലേലൂയ. ദൈവിക അല്ലെങ്കിൽ പ്രവർത്തിക്ക് വേണ്ടി നാം ഒരുക്കമുള്ളവരായിരിക്കണം. പ്രൈസലോ. വീണ്ടും ദൈവത്തിൽ വായിക്കുമ്പോൾ കാണുന്നത് വിജയത്തിന് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. വിജയത്തിന് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ശത്രുക്കൾ പരാജിതരാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ശത്രു പരാജിതനാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ നീ വിജയശ്രീലാളിതനാണ്. പ്രാർത്ഥിക്കുന്ന നിന്നെ തകർക്കുവാൻ ഈ ഉലകത്തിനൊരു ശക്തിക്കും കഴിയില്ല. പ്രൈസലോ. ഒരുപക്ഷെ നിന്റെ കുടുംബക്കാര് മുഴുവൻ നിനക്ക് ശത്രുവായി മാറിയാലും, നിന്റെ ദേശം മുഴുവൻ നിനക്ക് ശത്രുതയിൽ വന്നാലും,
നീ ചെയ്യുന്ന ആ ജോലിക്കകത്തിന്റെ ജോലി മേഖലയിൽ എല്ലാവരും നിനക്ക് ശത്രുതയായി മാറിയാലും നീ പ്രാർത്ഥിച്ചാൽ വിജയം നിനക്കാം. നിന്റെ ശത്രു പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നാം ദോഷത്തിന് അല്ലേലൂയ പ്രതികാരം ചെയ്യാതെ അല്ലേലൂയ സ്തോത്രം നാം യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവം തന്റെ നീതിയുടെ കരം വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസലോ. അപ്പൊ മനുഷ്യന്റെ സൽഗുണങ്ങളും ദുർഗുണങ്ങളും പ്രൈസലോ നാം മനസ്സിലാക്കുക. നിങ്ങളെല്ലാം ഇപ്പോഴും സൽഗുണങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. ആർക്കുമെതിരെ നിങ്ങൾ ദുർഗുണം ചെയ്യരുത്. ഒരു പരിഹാസ വാക്കുപോലും നിങ്ങൾ ആർക്കെതിരെ സംസാരിക്കാതെ, നിങ്ങളെ പരിഹസിക്കുകയും നിങ്ങളെ നിന്ദിക്കുകയും അപമാനിക്കുകയും നിങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നവന് നേരെ നിങ്ങൾ സൽഗുണം ചെയ്യണം. നല്ല വാക്കേ പറയാവുള്ളൂ. നിങ്ങൾക്കെതിരെ ദോഷം ചെയ്യുന്നതിനെ ദൈവം നോക്കിക്കോളും. അല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് വചനം പറയുന്നത്, യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കുമെന്ന്. അല്ലേലൂയ. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങളുടെ നടുവിൽ നിങ്ങൾ കർത്താവിനെ കാത്തിരുന്ന കർത്താവ് നിങ്ങളെ രക്ഷിക്കും. അല്ലേലൂയ. അതാണ് ദാവീദ്, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവൻ നൽകുന്ന മികച്ച സമ്മാനമാണ്. ദാവീദ് രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചപ്പോൾ, യഹോവേ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ, നീ ശത്രുക്കളെ ഒക്കെയും ചീട്ടത്തടിച്ച് ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു എന്ന് ദാവീദ് പറയാൻ കാരണമായത്. ജപം ചെയ്യും. അല്ലേലി രക്ഷ ദൈവത്തിനുള്ളതാകട്ടോ. നിന്നെ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും പിടിപ്പിച്ചുകൊണ്ടുവരാൻ യേശുവിന് കഴിയും. പ്രൈസലോ. ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നിന്നെ പിടിപ്പിച്ചുകൊണ്ടുവരാൻ യേശുവിന് കഴിയും. നീ കടന്നു പോകുന്ന സങ്കടകരമായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ദുഃഖകരമായ അനുഭവങ്ങൾ, മാനസികമായി നിന്നെ തളർത്തുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടുന്നൊക്കെ നിനക്ക് വിജയമുണ്ട്. ചിലരുടെ വാക്കുകൾ നിന്നെ വളരെ വേദനിപ്പിക്കുന്നുണ്ട്. ചിലരുടെ നോട്ടം പോലും നിന്നെ വളരെ വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചില വാക്കുകളും ചില നോട്ടങ്ങളും നിനക്ക് നേരെ കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ നീ ഒരു ആമിലൊരു ശത്രുവിനെ പോലെ അവർ നിന്നെ കാണുമ്പോൾ അവിടെയൊന്നും നിങ്ങൾ ഭാരപ്പെടേണ്ടതേ. അല്ലേലൂയ. കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ കർത്താവ് നിന്നെ രക്ഷിക്കും. രക്തചയം. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ പലരും നിന്നെ നോക്കി വിരട്ടാറുണ്ട്. അല്ലേലൂയ. പലരും വാക്കുകൾ അമ്പ് പോലെ നിന്റെ ഹൃദയത്തിൽ തറയ്ക്കാറുണ്ട്. അല്ലേലൂയ. പലപ്പോഴും നീ കണ്ണുനീർ തൂക്കുന്ന അനുഭവം വന്നിട്ടുണ്ട്. അല്ലേലൂയ. പക്ഷെ പ്രാർത്ഥിച്ച വിജയം നിനക്കാം. പ്രൈസ്. അപ്പം വചനം പറയുന്നത്, കർത്താവ് നമ്മെ രക്ഷിക്കുവാനായി, നമ്മുടെ മക്കളെ രക്ഷിക്കാനായി, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കുവാനായി ദൈവം ഒരു പരാക്രമശാലിയെ പോലെ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഹല്ലേലൂയ. രക്തജയം. വിശ്വസിക്കുന്നതിനുള്ള സ്തോത്രം പറഞ്ഞാട്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും രക്ഷിക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഒരു പരാക്രമശാലിയെ പോലെ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ശക്തമായി ദൂത് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പ്രതികാരം ചെയ്യരുത്. പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. പ്രതികാരം ദൈവത്തിനുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. രക്തം ചെയ്യും. ഏത് പ്രതിസന്ധിയെ ജയിക്കുവാൻ പ്രാർത്ഥനയാണ് വലുത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. കാരണം പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നിങ്ങൾക്ക് വിടുതലും രക്ഷയും ആവശ്യമാണ്. മനുഷ്യ ജീവിതത്തിൽ പാപമുണ്ട്, മനുഷ്യ ജീവിതത്തിൽ ശാപങ്ങളുണ്ട്. ഈ പാപത്തിന് ശാപത്തിൽ നിന്നും നമുക്ക് വിടുതൽ ആവശ്യമാണ്. ആ പാപവും ശാപവും നമ്മൾ നീങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. കുടുംബത്തെ തകർക്കുന്ന, കുടുംബ ജീവിതത്തെ തകർക്കുന്ന, കണ്ണുനീര് കൊണ്ട് നിറയ്ക്കുന്ന, കുടുംബത്തിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, മഹാവ്യാധി വരുത്തുന്ന അങ്ങനെ വിവിധമായ ശാപങ്ങൾ കുടുംബത്തിനകത്ത് കടന്നു വരും. ഹല്ലേലൂയ. പാപം നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ നീ അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ. പാപത്തെ നീ കാണുമ്പോൾ, പാപം നിന്റെ മുമ്പിൽ വരുമ്പോൾ, പാപ പ്രവർത്തികൾ അതിനുള്ള അവസരം വരുമ്പോൾ നീ അതിൽ ഒഴിഞ്ഞിരിക്കണം. പ്രൈസ്. നീ പാപം ചെയ്യുമ്പോൾ ആ പാപം നിന്റെ ജീവിതത്തിൽ ശാപമായി മാറും. ആ ശാപം നിന്റെ മക്കളിലേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. അത് തലമുറയായിട്ട് ആ പാപത്തിൽ നിന്റെ കുടുംബം കണ്ണുനീരിൽ കൂടി കടന്നു പോകും. ഉടനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പാപത്തിന് അവസരം കൊടുത്ത് ശാപം നിന്റെ കുടുംബത്തിൽ വിളിച്ചു വരുത്തരുത്.
ലേരിയ. അതുകൊണ്ട് നിങ്ങൾ പാപത്തെ വിട്ടൊഴിഞ്ഞിരിക്കണം. ലേരിയ. നിങ്ങളുടെ വീട്ടിനകത്ത് ശാപം എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടാകരുത്. വൈസരോ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. ഒരുപക്ഷെ നിന്റെ സഹോദരൻ സഹോദരി നിനക്കെതിരെ ദോഷം ചെയ്യുന്നത്, നിന്റെ മാതാവോ പിതാവോ ആയിരിക്കും നിനക്ക് ദോഷം ചെയ്യുന്നത്, അവർക്കെതിരെ നീ പ്രതികാരത്തിന് മുതിരരുത്. അവർക്കെതിരെ പ്രതികാരത്തിൽ നിൽക്കാതെ ഹല്ലേലൂയ സ്തോത്രം. യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ യഹോവ നിന്നെ രക്ഷിക്കും. അവർ പരാജിതരായി മാറും. പൈസരോ. അപ്പൊ നിന്റെ ശത്രുക്കൾ പരാജിതരായി മാറും. സംഗീതക്കാനായിരിക്കും ദാവീദ് പറയുന്നത്, എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് മേശയൊരുക്കുന്നു എന്നാണ്. ദാവീദിന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ ശത്രുക്കളുണ്ടായിരുന്നു. ഹല്ലേലൂയ. താൻ ദൈവിക നിയോഗം പ്രാപിച്ച് ദൈവിക അഭിഷേകത്വം നിറയപ്പെട്ട് ഇസ്രായേലിന്റെ രാജാവായി തന്നെ ശമൂവേൽ അഭിഷേകം ചെയ്ത നാൾ തൊട്ട് ദാവീദിന് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശത്രുവിന്റെ വലിയൊരു കൂട്ടം ദാവീദിനെതിരെ നിൽക്കുമ്പോഴും ദാവീദ് അവർക്ക് ദുർഗുണങ്ങൾ ചെയ്യാതെ സൽഗുണങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ ദാവീദ് പറയുകയാണ്, നീ എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നിങ്ങൾ 23-ാം സങ്കീർത്തനം വായിച്ചാൽ മനസ്സിലാകും. ഹല്ലേലൂയ. അത് ശത്രുവിന് മുമ്പാകെ നിനക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ഒരുപാട് കണ്ണുനീരിലൂടെ കടന്നു പോകുന്നേ, ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോകുന്നേ, നിങ്ങൾ ഒരുപാട് മാനസികമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പലരുടെയും വാക്കുകൾക്ക് മുമ്പിൽ തിരിച്ചുത്തരം പറയാൻ കഴിയാതെ നിങ്ങൾ നെടുവീർപ്പെട്ട സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്തിനാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത്, എന്തിനാണ് ഞാൻ ഇതൊക്കെ സഹിക്കുന്നതെന്ന് ചോദിച്ച് ചില സമയങ്ങൾ നിനക്കുണ്ട്. ഹല്ലേലൂയ. നീ പറഞ്ഞിട്ടില്ലേ ഞാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ നിന്റെ മനസ്സ് മരവിക്കുന്ന, മനസ്സ് മടുക്കുന്ന, തളരുന്ന അവസ്ഥയിലൂടെ നിനക്കെതിരെ ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോഴും ഹല്ലേലൂയ, നീ അവർക്കെതിരെ ദോഷം ചെയ്യാതെ, പ്രതികാരം ചെയ്യാതെ, പ്രൈസറോ, നീ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. പ്രൈസറോ. അവിടെയാണ് നിന്റെ ജീവിത വിജയം എന്ന് പറയുന്നത്. നീ ദൈവത്തെ കാത്തിരിക്കുന്നതോറും, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നതോറും നീ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കും. നീ വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നീ വിജയത്തിലേക്ക് മുന്നേറും തോറും, വിജയത്തിലേക്ക് നീ കുതിക്കും തോറും നിന്റെ ശത്രു പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. രക്തം ചെയ്യാം വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞിട്ട് ഈ വചനം ഇന്ന് നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. പലരുടെയും കുത്തുവാക്കുകൾ കേട്ട് എത്ര കാലമാണ് പോകുന്നത്, മുമ്പോട്ട് പോകുന്നത് നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. പലപ്പോഴും വീട്ടിനകത്ത് കുത്തുവാക്കുകൾ കേൾക്കുന്ന, നമുക്കറിയാം, കുടുംബജീവിതത്തിനകത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ വീട്ടിൽ അമ്മായിയമ്മ മരുമക്കളൊക്കെ ഒന്നിച്ച് പാർക്കേണ്ട അവസരം വരുമ്പോൾ പല വീട്ടിലും അമ്മായിയമ്മയും മരുമകളുമായിട്ട് പ്രശ്നമുണ്ട്. വളരെ കുത്തുവാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എത്ര കാലം ഞാൻ ഈ കുത്തുവാക്ക് കേൾക്കണം, എത്രമാത്രം ഞാൻ ഈ നിന്ദ സഹിക്കണമെന്ന് ഓർത്ത് ചിലരെങ്കിലും ജീവിതത്തിൽ നിരാശപ്പെട്ട് സ്വയം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പരിഹാരമില്ല. നീ നിന്ദിക്കപ്പെടും തോറും, കുത്തുവാക്കുകൾ കേൾക്കുന്തോറും, നീ പരിഹസിക്കപ്പെടുന്തോറും, നീ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ ദൈവം നിന്നെ അതിൽ നിന്ന് രക്ഷിക്കും. രക്തജയം. ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂത്, നീ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. ദൈവം ഒരു പരാക്രമശാലിയെ പോലെ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന്. ഹല്ലേലൂയ. നിങ്ങളെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും ദൈവം വിടുതൽ നൽകും. ഹല്ലേലൂയ. കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഉല്ലാസ മോഹങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിടുതലും രക്ഷയും ദൈവം നൽകും. ഹല്ലേലൂയ. കുഴഞ്ഞ ചേറ്റിൽ, ഹല്ലേലൂയ, ഉല്ലാസമോഹങ്ങൾ, ജഡിക മോഹങ്ങൾ, ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ നിന്ന് നിങ്ങളെ ദൈവം വിടുവിച്ച്, ഹല്ലേലൂയ, നിങ്ങൾക്ക് രക്ഷ ദൈവം തരും. ഹല്ലേലൂയ. മനുഷ്യന്റെ പരാജയം എന്ന് പറയുന്നത് കുഴഞ്ഞ ചേറ് ആ ചെളിക്കുണ്ടത്തിലേക്ക് പോകുന്നതാണ്. പാപമാകുന്ന കുഴഞ്ഞ ചേറ്റിലേക്ക്, പാപമാകുന്ന ചെളിക്കുണ്ടിലേക്ക് മനുഷ്യൻ കടന്നു പോകുമ്പോൾ, ഈ ലോകത്തിന്റെ ഉല്ലാസമോഹങ്ങളിലേക്ക്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് നീ കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതം തകരുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഉല്ലാസമോഹങ്ങളും കുഴഞ്ഞ ചേറ്റിലും വീണ് തകർന്നു പോകാതെ ദൈവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഹല്ലേലൂയ. രക്ഷയും വിടുതലും ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന്
നിനക്ക് രക്ഷയും വിടുതലും തരുവാൻ ദൈവം ആഗ്രഹിക്കുക. Praise the Lord. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അല്ലേ? അപ്പൊ എന്താണ് വായിച്ച വചനം? ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. അല്ലേ? യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കുമെന്ന് നമ്മൾ സദസ്യവാക്യം 20-22 വായിക്കുമ്പോൾ, അല്ലേ, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം നിങ്ങളെ ഓർത്ത് നോക്കിയിട്ട്, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കിയാട്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന പ്രായത്തിൽ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം നിങ്ങൾ ഓർത്താൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് നേരെ കടന്നു വന്നിട്ടുണ്ട്, ആരെല്ലാം നിനക്കെതിരെ ദോഷം വിചാരിച്ചിട്ടുണ്ട്, പ്രതികാരമായിട്ട് കടന്നു വന്നിട്ടുണ്ട്, എവിടെയെല്ലാം നിന്നെ തകർത്ത് കളയാൻ പിശാച് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നീ പ്രതികാരം ചെയ്യാതെ നിന്നാൽ, കഴിഞ്ഞതിനെ മറന്നിട്ട് ഇനിയും പ്രതികാരം ചെയ്യാതെ നിന്നാൽ, അല്ലേരി ദോഷത്തിന് നീ പ്രതികാരം ചെയ്യരുത്, പ്രതികാരം ചെയ്യുമെന്ന് പറയാതെ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ്. അത് ദൈവം നിന്നെ പിടിപ്പിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കഷ്ടതയെ ദൈവം മാറ്റും, നിന്റെ ദുഃഖത്തെ ദൈവം മാറ്റും, നിന്റെ പാപത്തിൽ ദൈവം നിന്നെ വിടുവിക്കും, ശാപത്തിൽ ദൈവം നിന്നെ പുറത്തെടുക്കും. അവനൊരു പരാക്രമശാലിയെ പോലെ, യേശു ഒരു പരാക്രമശാലിയെ പോലെ നിനക്ക് വേണ്ടി ഉണർന്നു വരും. അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് ദൈവവചനം പറയുക. അപ്പം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ 68-ാം സംഗീതത്തിനൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലേ? 68-ാം സംഗീതം 1-ാം വാക്യം വായിക്കുമ്പോൾ എന്താ കാണുന്നത്? ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. അപ്പം ദൈവം എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യും? ശത്രുക്കൾ ചിതറിപ്പോകും. അല്ലേലൂയ. അവന്റെ ശത്രുക്കൾ അവൻ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ ഓടിപ്പോകുന്നു. എങ്ങനെ ഓടിപ്പോകുന്ന? അടുത്ത വാക്യം പറയാം. എങ്ങനെയാണ്? പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു, തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവ സാന്നിധിയിൽ നശിക്കുന്നു. ഈ വചനം നിങ്ങൾ വായിക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടെന്ന് നിനക്ക് തോന്നുമ്പോൾ, നിങ്ങളുടെ ആത്മജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബജീവിതത്തിലും ശത്രു നിനക്കെതിരെ ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, ശത്രുവിന്റെ പൂരികൾ നിനക്ക് നേരെ കടന്നു വരുമ്പോൾ ഒന്ന് കാണുമ്പോൾ 68-ാം സംഗീതം 1-2 വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. പ്രൈസരോ, അല്ലേ? ആ വാക്യം നിനക്കൊരു വിടുതല. അതിന്റെ കാണുമ്പോഴേക്കും ദൈവത്തിന്റെ കൃപ വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിന്റെ കൃപ നമുക്ക് വെളിപ്പെടുത്തുക. സ്തോത്രം. ഇവിടെ ദൈവത്തിനും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിനും അവന്റെ ജനത്തിനും എല്ലാ കാലത്തും ശത്രുക്കളുണ്ട്. ദൈവത്തിന്റെ ജനത്തിനും എല്ലാ കാലഘട്ടത്തിലും ശത്രുക്കളുണ്ട്. ദൈവം ഉറങ്ങിക്കിടക്കുന്നു എന്ന് അല്ലേലൂയ പലരുടെയും ചിന്തയില്, ചില ചിന്ത എന്താ? ദൈവം ഉറങ്ങിക്കിടക്കുക, അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾക്കെതിരെ എന്ത് ചെയ്താലും ദൈവം അനങ്ങയില്ലെന്നൊക്കെ ചിന്തിക്കുന്ന ചിലരുണ്ട്. ദൈവസഭയെ, ദൈവമക്കളെ, ദൈവഭക്തന്മാരെ ഉപദ്രവിക്കുന്ന പലരുടെയും ചിന്ത എന്താ? ദൈവം ഉറങ്ങിക്കിടക്കുക, അതുകൊണ്ട് ഇവരെ എന്തും ചെയ്യാം എന്നുള്ളതാണ്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിനും പറയുന്നത്, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകിക്കുന്നവരും അവന്റെ മുമ്പിൽ ഓടിപ്പോകുന്നു. അതെ, ദൈവം ഉറങ്ങിക്കിടക്കുന്നവനല്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല. ശത്രു നിനക്കെതിരെ പ്രബലനായി മാറുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. അല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നീ വിജയശ്രീലാളിതനായി മാറും. രക്തം ചെയ്യും. അപ്പൊ ചിലരുടെ ചിന്ത ദൈവം അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നാ. എന്നെ കേൾക്കുന്ന പ്രശ്നം അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവജനത്തിനെതിരായി ലോകം മത്സരിക്കുക. അല്ലേലൂയ. ദൈവമക്കൾക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ, വിശ്വാസികൾക്കെതിരെ ഈ ലോകം ഒന്നടങ്കം, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയങ്ങൾ, മതങ്ങൾ, എല്ലാം കൂടെ ദൈവജനത്തിനെതിരെ മത്സരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയുള്ള മത്സരങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പതറിപ്പോകണ്ട. യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ മതി. അവൻ നിന്നെ അതിൽ നിന്ന് രക്ഷിക്കും, രക്തം ചെയ്യും. ഹല്ലേലൂയ. പക്ഷേ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ എഴുന്നേറ്റാൽ സകല ദുഷ്ടന്മാരും പലായനം ചെയ്യും. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ എഴുന്നേറ്റാൽ സകല ദുഷ്ടന്മാരും പലായനം ചെയ്യും. ഹല്ലേലൂയ. അവരെ കാറ്റത്ത് പാറിപ്പോകുന്ന പുകയോടും തീയിലുരുകുന്ന മെഴുകിനോടും സാദൃശ്യപ്പെടുത്തിയാണ്
ആമീൻ സ്തോത്രം. ആമീൻ വചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പം നമുക്കറിയാം, പുക കാറ്റ് വന്നാൽ എന്ത് ചെയ്യും? പാറിപ്പോകും. ആ പുക എന്തിനെ പോയെന്നറിയില്ല. ആമീൻ. തീങ്കൽ മെഴുക് കാണിച്ചാൽ എന്ത് ചെയ്യും? ആ മെഴുക് ഉരുകിപ്പോകും എന്ന് പറഞ്ഞതുപോലെ ദൈവം എഴുന്നേൽക്കുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന ശത്രു ഈ പുക പതറിപ്പോകുന്നത് പോലെ, തീങ്കൽ മെഴുക് ഉരുകുന്നത് പോലെ അവൻ നിന്നെ വിട്ടോടിപ്പോകും, രക്തം ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? ദൈവവചനത്തിന്റെ സാന്നിധ്യം നീ അനുഭവിക്കണം. നിന്റെ ഹൃദയം തളർന്നു പോകരുത്, നിന്റെ മനസ്സ് തകർന്നു പോകരുത്. നീ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ, ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ, യേശുവിന്റെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ട ദൈവിക അനുഭവത്തിൽ നിൽക്കുന്നവനാണെങ്കിൽ നീ ശത്രുവിനെ കണ്ട് പേടിക്കരുത്, ശത്രുവിനെ കണ്ട് നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. നിന്റെ പക്ഷത്ത് ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ പക്ഷത്ത് ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ പക്ഷത്ത് യേശു നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്നോട് പറഞ്ഞ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന. ഹല്ലേലൂയ. രക്തം ചെയ്യും. ലോകം നിന്നെ കൈവിട്ട് കളഞ്ഞാലും, ലോകക്കാർ നിന്നെ കൈവിട്ട് കളഞ്ഞാലും, ഉറ്റവരും കൂടെയൊരു സ്വന്തക്കാരും എല്ലാം നിന്നെ കൈവിട്ട് കളഞ്ഞാലും, നിന്നെ കൈവിടാതെ കർത്താവ് പറയാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനും ഭയപ്പെട്ടു പോകരുത്. നിങ്ങളെ താങ്ങി നിർത്തുവാൻ, മാറോട് ചേർത്ത് നിർത്തുവാൻ, ഉള്ളംകരത്തിൽ വഹിക്കുവാൻ. ഹല്ലേലൂയ. നിനക്ക് തീമതിലും കോട്ടയമായി ജോബിന് വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ നിന്നെ വേലി കെട്ടി സൂക്ഷിക്കുവാൻ ആമേൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുണ്ട് പ്രിയരെ. അതുകൊണ്ട് ശത്രുവിന്റെ ആരവാരം നിനക്കെതിരെ ഉയരുമ്പോൾ നീ ഭയപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ചില കുടുംബത്തിൽ പ്രശ്നം ഉദിച്ചാൽ, ശത്രുവിന്റെ ആരവാരം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി ഓടിപ്പോകാൻ തോന്നും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ ചില വീടുകളിൽ ചെല്ലുമ്പോഴും അങ്ങനെ. ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ രണ്ട് ചേരി തിരിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കും. ശത്രുവിന്റെ ആരവാരം ഉയരുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ, ഓടിപ്പോകാൻ തോന്നും. പക്ഷേ നമ്മളവിടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ കുടുംബത്തിനകത്തെ പിശാചിന്റെ തന്ത്രങ്ങൾ തകരുവാൻ സാധ്യതയാകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വചനം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ദുഷ്ടന് ഭയവും നാശവുമാകുന്ന ഹല്ലേലൂയ അനുഭവത്തിലേക്ക് അവൻ നടന്നു. ഹല്ലേലൂയ. ദുഷ്ടന് നാശം സംഭവിക്കും. എന്നാൽ ദൈവഭക്തന് ദൈവ സാന്നിധ്യം ദൈവം തന്ന് അവനെ അനുഗ്രഹത്തിലേക്ക് നടത്തും. അല്ലേ? ഒരു ദൈവഭക്തൻ ഒരിക്കലും തകർന്നു പോകരുത്. കാരണം ദൈവത്തിൽ നിന്ന് രക്ഷ നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. വചനം പറയും, എന്നാൽ ആ രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഓരോ കാര്യങ്ങൾക്കും ഓരോരോ കാലമുള്ളതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്നേഹിതർ, ബന്ധുക്കൾ, അവരുടെ മക്കൾ തുടങ്ങിയവരുടെ രക്ഷയ്ക്കും ഒരു കാലമുണ്ട്. എല്ലാത്തിനും ഒരു കാലമുണ്ട് പ്രിയരെ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ദൈവവചനമൊക്കെ വായിക്കും. 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നു, ഹല്ലേലൂയ, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരവരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്തുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദ കാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. ഹല്ലേലൂയ. എല്ലാത്തിനും സമയമുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ മാറുവാൻ, നിന്റെ പ്രതിസന്ധി മാറുവാൻ, നിന്റെ വേദനകൾ മാറുവാൻ എല്ലാത്തിനും സമയമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ സ്നേഹിതരും ബന്ധുക്കളും മക്കളും തുടങ്ങി എല്ലാവരും രക്ഷ പ്രാപിപ്പാൻ ഒരു കാലമുണ്ട്. അതുകൊണ്ട് ഇതാണ് ഇപ്പോഴാണ് സുപ്രസാദ കാലം എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:8 ഉദ്ധരിച്ചുകൊണ്ട് രക്ഷാദിവസത്തിൽ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന കാര്യമാണെന്ന് അപ്പോസ്തലൻ സമർത്ഥിക്കുക. ആർക്കും നാളെ എന്തും ഭവിക്കും എന്ന് പറയാനാകില്ല. നാളെ നമുക്ക് എന്ത് ഭവിക്കുമെന്ന് പറയാനാകില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ നടുവിൽ നാം ദൈവത്തിന് തകരരുത്. നാളെ എന്ത് ഭവിക്കുമെന്ന് നമുക്ക് പറയാനാകാത്തത് കൊണ്ട് ഇപ്പോൾ എന്ന് പറയുന്ന ആ നിമിഷം മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. ഇനി അടുത്തൊരു മണിക്കൂർ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നിൽക്കുന്ന സമയമാണ് നമ്മുടെ സ്വന്തം. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ലഭിക്കുന്ന ആദ്യ അവസരം തന്നെ
അതിനുവേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അത് സൗജന്യമായി നിങ്ങൾ സ്വന്തമാക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന കർത്താവിനെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, കർത്താവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ, കർത്താവിലൂടെ നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ ഇപ്പോൾ ലഭിച്ച സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. രക്ഷ സൗജന്യമാണ്. രക്ഷ സൗജന്യമാണ്. ഒരു പണവും മുടക്കാതെ രക്ഷ നിങ്ങൾക്ക് സൗജന്യമായി ദൈവം തരുന്നു. ഈ രക്ഷ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ ഉലകം ചുറ്റി നടക്കേണ്ട, തീർത്ഥാടനങ്ങൾ ചെയ്യേണ്ട, മലകൾ കയറി ഇറങ്ങേണ്ട. ഹല്ലേലൂയ. നിങ്ങൾ നോമ്പുകളും വ്രതങ്ങളും എടുക്കണ്ട. നിങ്ങൾ ദാനധർമ്മങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുക, മുറിവേൽപ്പിക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഉലകം ചുറ്റി നടന്ന പുണ്യനദികൾ മുങ്ങി നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. രക്ഷ പ്രാപിപ്പാൻ രക്ഷ സൗജന്യമാണ്. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത്, നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ കർത്താവേ രക്ഷ അങ്ങേറ്റതാണ്. അവിടുന്ന് സൗജന്യമായി നൽകുന്നതാണ്. ആ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയുടെ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ പാപത്തിൽ ശാപത്തിൽ ഞാൻ ഏറ്റുപറഞ്ഞ് അങ്ങയുടെ സന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് അങ്ങേ എന്റെ പിതാവായി എന്റെ ഉള്ളിലേക്ക് വന്ന് അങ്ങയുടെ മകളായി എന്നെ സ്വീകരിക്കണം. എന്റെ പാപങ്ങൾക്ക് പരിഹാരം നൽകണം. അവിടുത്തെ രക്തം കൊണ്ട് നിന്ന് കഴുകി ശുദ്ധീകരിക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഈ രക്ഷ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു പൈസയും മുടക്കില്ല. കർത്താവ് സൗജന്യമായിട്ട് നൽകുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളെ നാം ദുർവിനിയോഗം ചെയ്യാതെ, നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. രക്തം ചെയ്യണം. ഈ ഭൂമി ജീവിക്കുമ്പോൾ ഒരുപാട് എതിരാളികളുണ്ട്. അവർക്കെതിരെ നിങ്ങൾ ദോഷം ചെയ്യുകയേ ചെയ്യരുത്, ദോഷം പ്രവർത്തിക്കുകയേ ചെയ്യരുത്. ഹല്ലേലൂയ. ഉടനെ കേൾക്കുന്ന പ്രശ്നികത, പത്രോസ് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവേ രക്ഷിക്കണമേ ഹല്ലേലൂയ എന്ന് നിലവിളിച്ചു. ഹല്ലേലൂയ. കർത്താവിനെ ഹല്ലേലൂയ ആമേ കടന്മേൽ നടന്നു വരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, പത്രോസ് പറഞ്ഞു, ഞാനും കടന്മേൽ നടക്കാൻ എനിക്ക് അനുവാദം. പത്രോസ് കടന്മേൽ നടന്നു. അവൻ കാറ്റ് കണ്ട് പേടിച്ചു പത്രോസ്. ഹല്ലേലൂയ. ആ സമയം പത്രോസ് വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി. ആ പത്രോസ് പറയുക, കർത്താവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് വിളിച്ചു. മനസ്സലിഞ്ഞ് നമ്മുടെ കർത്താവ് ഉടനെ തന്നെ കൈനീട്ടി അവനെ പൊക്കിയെടുത്തു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആ സമയത്ത് പത്രോസിനോട് മനസ്സലിഞ്ഞു. മുങ്ങി താണുകൊണ്ടിരിക്കുന്ന പത്രോസിനെ ദൈവം ആ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു എന്ന് ഹല്ലേലൂയ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, മുങ്ങി താഴുന്ന ചില അനുഭവങ്ങൾ നിനക്ക് കടന്നു വരും. പത്രോസിന്റെ ജീവിതത്തിൽ വെള്ളത്തിൽ മുങ്ങി താഴുന്ന അനുഭവം പോലെ നീ പലപ്പോഴും വെള്ളത്തിൽ മുങ്ങി താഴുന്ന സമാനമായ ചില പ്രശ്നങ്ങളിലൂടെ നീ കടന്നുപോയേക്കാം. ഹല്ലേലൂയ. അവിടെ നീ കർത്താവെ രക്ഷിക്കണമേ എന്ന് പത്രോസ് നിലവിളിച്ചതുപോലെ നീ നിലവിളിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കരം നീട്ടുവാൻ ദൈവശക്തനാണ്. ആ ദൈവകരം നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 വാക്യം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഹല്ലേലൂയ. ഈ പ്രവാചകൻ പറഞ്ഞ വാക്ക് പത്രോസിന്റെ ജീവിതമായിട്ട് എത്ര അർത്ഥവത്തായതല്ലേ. രക്ഷിപ്പാൻ കഴിയാതവന്റെ കൈ, അല്ലെങ്കിൽ രക്ഷിപ്പാൻ കഴിയാതുകൊണ്ട് യഹോവയുടെ കൈ കുറുകിപ്പോയില്ല, കേൾപ്പാൻ കഴിയാതുകൊണ്ട് അവന്റെ ചെവി മന്ദമായിട്ടില്ല. അത് നമ്മുടെ കർത്താവിന്റെ കരം നിന്നെ രക്ഷിക്കും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശു ക്രിസ്തുവിന്റെ കരം നിന്നെ രക്ഷിക്കും. നിന്റെ എല്ലാ വിഷയങ്ങളും കർത്താവ് കാണുന്നു. നിന്നെ മുഴുവൻ അറിയുന്ന യേശുവാണ്. ഇപ്പോൾ നീ കടന്നു പോകുന്ന വെല്ലുവിളികളുടെ നടുവിൽ ദൈവം നിനക്കൊരു ആശ്വാസം തരാൻ പോവുകയാണ്. രക്തം ചെയ്യും. ജീവിതത്തിൽ നിങ്ങൾ തെറ്റായ രീതിയിൽ ചിന്തിക്കാതെ നിങ്ങൾ ദൈവത്തിനുള്ളത് ചിന്തിക്കണം. പ്രൈസറോ. ഞാൻ ഈ വചനം പറയുമ്പോൾ, ഞാൻ ഈ വേദപുസ്തകമൊക്കെ പഠിക്കുകയും വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ലോകപ്രകാരം ജീവിച്ച വ്യക്തിയാണ്. അന്ന് ജീവിതത്തിൽ പലപ്പോഴും തകർന്നു പോകുന്ന അനുഭവം വന്നിട്ടുണ്ട്. മരണം പലപ്പോഴും മുമ്പിൽ വന്നിട്ടുണ്ട്. മരിച്ചു എന്നോർത്ത് ജനം എന്നെ റൂട്ടിൽ തഴഞ്ഞിട്ട് പോയ സമയമുണ്ട്. മരിച്ചു എന്ന് പറഞ്ഞ് ആമീൻ റോഡിന്റെ സൈഡിൽ മാറ്റിക്കിടത്തി കല്ലുകൾ പെറുക്കി ചുറ്റും വെച്ച് വണ്ടി കയറാതെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ എന്റെ സുഹൃത്തുക്കളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ആമീൻ ഞാൻ നിരാശനായി ദുഃഖിതനായി മാറിയിട്ടുണ്ട്. ഉള്ളിൽ ബോധമുണ്ടെങ്കിലും പുറമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ ഈ യേശുവിന്റെ സ്നേഹം ഞാൻ അറിഞ്ഞിരുന്നില്ല.
എന്നാൽ ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ് ദൈവവചനം വായിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ചെവി മന്ദമായിട്ടുമില്ല. ഞാൻ യേശുവിന്റെ സ്നേഹം തിരിച്ചറിയുന്നത് വിശ്വാസത്തിൽ വന്നേ പിന്നെ. കാരണം മരിച്ചു എന്ന് പറഞ്ഞ് റോഡ് സൈഡിൽ തള്ളി മാറ്റിയിട്ട് കല്ലും പെറുക്കി വെച്ചിട്ട് സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ട കഴിഞ്ഞപ്പോൾ മരണത്തെ അഭിമുഖീകരിച്ച് കിടന്ന എന്റെ ജീവിതത്തിനകത്ത് എന്നെ രക്ഷിച്ചൊരു കർത്താവുണ്ട്. അല്ലേ? അപ്പൊ ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞില്ല. അവർക്കെതിരെ അവർ ചെയ്ത ദോഷത്തിനെതിരെ പ്രതികാരം ചെയ്തില്ല. എന്നോട് പിറ്റന്നാൾ പലരും പറഞ്ഞു, നീ കൊണ്ട് കേസ് കൊടുക്കണം, നീ കൊണ്ട് ആമെ കേസ് കൊടുത്ത് അവരെ ആമെ നിയമത്തിന് കൊണ്ടുവരണം. ഞാൻ അന്ന് മദ്യപാനിയാണെങ്കിലും ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോയില്ല. എന്നെ വിടുവിച്ചൊരു ദൈവം ഉണ്ടെന്ന് എനിക്കിന്ന് മനസ്സിലാകും. അത് സ്നേഹിക്കുന്ന നമുക്കെതിരെ വലിയ പ്രശ്നങ്ങളുണ്ടാകാം, ദൈവമക്കൾക്കെതിരെ വലിയ പ്രശ്നങ്ങൾ കടന്നു വരാം. പക്ഷേ യഹോവയെ കാത്തിരുന്നാൽ അവൻ നിനക്ക് രക്ഷ തരുമെന്ന് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള സമയങ്ങളുണ്ട്. ഞാൻ ഈ ദൈവത്തിനൊക്കെ വായിക്കുമ്പോൾ എന്റെ ജീവിതത്തിന്റെ 25 വർഷം എന്നൊക്കെ പറഞ്ഞത് വളരെ പ്രശ്നത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. വളരെ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ ദൈവം താങ്ങി നിർത്തി. അപ്പം വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന പത്രോസിന്റെ നിലവിളിയുടെ മുമ്പിൽ യേശു കരം നീട്ടി അവന് കൈ കൊടുത്തവനെ അതിൽ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ട് പ്രവാചകന്റെ വാക്കുകൾ രക്ഷിപ്പാൻ കഴിയാത്തവണ് യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ് ചെവി മന്ദമായിട്ടുമില്ല. അല്ലേ? യേശു എന്നാൽ രക്ഷകൻ എന്നാകുന്നു അർത്ഥം. യേശു എന്ന് പറഞ്ഞാല് രക്ഷകൻ എന്ന അർത്ഥം. അല്ലേ? അപ്പൊ യേശു സകല ജനത്തിനും രക്ഷകനാ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലി തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരുടെയും ചെറിയവരുടെയും രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. അവന്റെ ജനനത്തിങ്കൽ തന്നെ യേശു രക്ഷകനാണെന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറഞ്ഞു. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞാൽ അവൻ മറിയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അല്ലേലിയ. അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ അവൻ പാപികളുടെ രക്ഷകനാണെന്ന്, പാപത്തിന് രക്ഷിക്കുന്നവനാണെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി. അല്ലേലിയ. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നിന്റെ ജനനത്തിന് മുമ്പ് തന്നെ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നിന്റെ പാപങ്ങൾ നിന്നെ രക്ഷിച്ചെടുക്കുവാൻ യേശു രക്ഷകനാണെന്ന് ഇവിടെ വചനം രേഖപ്പെടുത്തി. അതുകൊണ്ട് ഇന്ന് പകരം നിന്റെ സകല പാപങ്ങളും നിന്റെ സകല അകൃത്യങ്ങളെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. രക്ഷകൻ യേശു മാത്രം. മനുഷ്യന്റെ പാപത്തിന് രക്ഷ നൽകുവാൻ ഇവിടെ ഒരു മതങ്ങൾക്കും കഴിയില്ല, ഒരു രാഷ്ട്രീയത്തിനും കഴിയത്തില്ല, ഒരു ഇസങ്ങൾക്കും കഴിയത്തില്ല, ആർക്കും ഒരു വ്യക്തികൾക്കും വ്യക്തികൾക്കും കഴിയത്തില്ല. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. യേശു ക്രിസ്തുവിന്റെ മാത്രമേ പാപ പരിഹാരമുള്ളൂ, രക്ഷ ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അവിടെ വചനം പറഞ്ഞു, മറ്റൊരുത്തനും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല. അതുകൊണ്ടാണ് അത് വചനം, മറ്റൊരുത്തൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന് അപ്പോസ്തലർ 4:12 വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വചനമൊക്കെ വായിച്ചു പഠിച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കർത്താവേ, പാപിയായിരുന്ന എന്നെ, ശാപത്തിലായിരുന്ന എന്നെ, മരണത്തിന്റെ അനുഭവത്തിലായിരുന്ന എന്നെ, പത്രോസിനെ പോലെ വെള്ളത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന എന്നെ കൈനീട്ടിപ്പിടിച്ച് എനിക്ക് രക്ഷ തന്നെ സ്നേഹിച്ച ആ കർത്താവിന്റെ പാദപീഠത്തിൽ ഞാൻ പലപ്പോഴും സന്തോഷിക്കാറുണ്ട്. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലേരിയ. അപ്പൊ ഇവിടെ ജോർജ് മുള്ളർ എന്ന ഭക്തൻ ആമെ 10,000-ലധികമുള്ള അനാഥ കുഞ്ഞുങ്ങളെ വിശ്വാസം എന്ന ശക്തിയാൽ പോറ്റി പുലർത്തി. കർത്താവിന്റെ പാദപീഠത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തന്റെ 3 സ്നേഹിതന്മാർ രക്ഷ പ്രാപിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആദ്യത്തെ സ്നേഹിതൻ ഉടനെ തന്നെ രക്ഷിക്കപ്പെട്ടു. രണ്ടാമത്തെ സ്നേഹിതൻ ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം രക്ഷിക്കപ്പെട്ടു. മൂന്നാമത്തെ സ്നേഹിതൻ
മുള്ളർ മരിച്ചപ്പോൾ കണ്ണുനീരൊഴുക്കി കൊണ്ടുവന്ന് ഇനി മുതൽ എനിക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ ആരാണുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷ പ്രാപിച്ചു. ജോർജ് മുള്ളറെ കുറിച്ച് നമുക്കറിയാം. അല്ലൊരു 10,000-കണക്കിന് അനാഥ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തിയ വ്യക്തിയാണ്. 10,000-കണക്കിന് അനാഥ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുമ്പോൾ പലപ്പോഴും അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ, ആഹാരം കൊടുക്കുവാൻ തന്റെ കൈവശമൊന്നുമില്ലാതെ വന്ന സമയമുണ്ട്. വിശ്വാസത്തെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി കൊടുക്കാൻ ജോർജ് മുള്ളർക്ക് കഴിയുമായിരുന്നു. ആ ജോർജ് മുള്ളർ തന്റെ സ്നേഹിതന്മാർ 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാര്യമാണ് പറഞ്ഞത്. ഒരുവൻ അന്നാരം തന്നെ രക്ഷിക്കപ്പെട്ടു. മറ്റൊരുവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, 5 വർഷം കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടു. മൂന്നാമത്തവൻ ജോർജ് മുള്ളർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടി വന്ന പാതപ്പെട്ട് തിരുന്നു പറഞ്ഞു, ഇനി എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? എനിക്ക് വേണ്ടി ആര് മധ്യസ്ഥ ചെയ്യും? എനിക്ക് വേണ്ടി ആര് ഇടിവി നിൽക്കുന്ന കണ്ണുനീരോടെ കരഞ്ഞ് ആ മൂന്നാമനും രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ദൈവജനം ജോർജ് മുള്ളർ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഒരുപക്ഷെ നീ ദൈവത്തിന് വിരോധമായി നടന്നാലും, ദൈവത്തിന് ശത്രുക്കളായി നടന്നാലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഇന്ന് പകൽ നീ ആ പ്രാർത്ഥനയെ കുറിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ദൈവത്തിലേക്ക് ഓടി വന്ന് ആത്മരക്ഷ പ്രാപിക്കണം. യേശു വരാൻ സമയമായി. അതുകൊണ്ട് ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കാം, അവൻ നിന്നെ രക്ഷിക്കും. ഇത് കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. നിന്റെ ഭർത്താവിനോട് നീ ദോഷം ചെയ്യാതെ, ഭാര്യയോട് ദോഷം ചെയ്യാതെ, അമ്മായിയമ്മയോട് മരുമോളോട് പരസ്പരം ദോഷം ചെയ്യാതെ, സഹോദരന്മാരോട് തമ്മിൽ ദോഷം പ്രവർത്തിക്കാതെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. അല്ലേലൂയ. കർത്താവിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ കഴിയണം. അല്ലേലൂയ. രക്തം ചെയ്യണം. വചനമതാണ് പറയുന്നത്. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനമാകുമ്പോൾ യാക്കോബ് യാക്കോബേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നെന്ന് പറഞ്ഞ് ദൈവത്തിലായിരിക്കും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 49:18 കാണാൻ കഴിയും. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. സകലവും അതതിന്റെ സമയത്ത് കൃത്യമായി ചെയ്യുന്നവൻ തീർച്ചയായും തക്ക സമയത്ത് കുടുംബത്തിലുള്ള എല്ലാവരെയും രക്ഷിപ്പാൻ ശക്തനാണ്. നമ്മുടെ കർത്താവ് സകലതും അതത് സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. അതത് സമയത്ത് ഭംഗിയായി ചെയ്യുന്നവൻ നിന്റെയും നിന്റെ കുടുംബത്തെയും, നിന്റെ പ്രശ്നങ്ങളെയും, നിന്റെ മക്കളെയും, നിന്റെ ജീവിതത്തെയും, നിന്റെ ഭാര്യയും, ഹല്ലേലൂയ, നീ കടന്നു പോകുന്ന സകല പ്രശ്നങ്ങൾ നിന്നെ വിടിവിച്ച് രക്ഷിക്കുവാൻ യേശു ശക്തനാണ്. യേശുവിനെ വിശ്വസിക്കാൻ കഴിയുമോ? യേശുവിനെ പോലെ ഒരാളെ നിനക്ക് കിട്ടുവാൻ ഈ ലോകത്തിലില്ല കേട്ടോ. ഈ ലോകത്തിൽ ഏറ്റവും നല്ല ഫ്രണ്ട് യേശു, ഏറ്റവും നല്ല സുഹൃത്ത് യേശു, ഏറ്റവും നല്ല സ്നേഹിതൻ യേശു, ഏറ്റവും നല്ല സഹോദരൻ യേശുവാണ്. അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ പിതാവാണ്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ഇത്രയും നല്ലൊരു കർത്താവിനെ, 10,000 സുന്ദരൻ, നല്ലൊരു വെണ്മയും ചുമപ്പുമുള്ള യേശുവിനെ നീ രക്ഷകനായി സ്വീകരിക്കുന്ന സമയം. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം നീ വിട്ടുകൊടുക്കുമ്പോൾ, യേശുവിന് വേണ്ടി നിന്റെ കുടുംബത്തെ സമർപ്പിക്കുമ്പോൾ, നീ അറിയാത്ത രക്ഷയും സമാധാനം സന്തോഷവും, നീ അനുഭവിച്ചിട്ടില്ലാത്ത രക്ഷയും സന്തോഷവും സമാധാനം നിന്നിലും നിന്റെ കുടുംബത്തിലും വെളിപ്പെടും. രക്തം ചെയ്യും. ഹല്ലേലൂയ. യേശു രക്ഷകൻ. അതേ സ്നേഹിത, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കണം. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുത്താൽ അവൻ നിന്നിലേക്ക് പ്രവർത്തിക്കും, നിന്നിലേക്ക് ഇറങ്ങി വരും. അല്ലേ? ആത്മചൈതന്യം, ആത്മസാന്നിധ്യം നീ അനുഭവിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലല്ലേലൂയ സ്തോത്രം. തക്ക സമയത്ത് കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. തക്ക സമയത്ത് കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞതിനകത്ത് മറ്റൊരു ഭാഗം കൂടെ ഞാൻ പറയും. തക്ക സമയത്ത് കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തകർന്നിരിക്കുന്ന അനുഭവമായിരിക്കും. നിങ്ങളുടെ ജീവിത യാത്രയില്, ബിസിനസ്സില്, ജോലിയില്, ആ കുടുംബജീവിതത്തിലൊക്കെ തകർന്നിരിക്കുന്ന ചില സാഹചര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മതി, ഇനി വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അങ്ങനെയുള്ള സന്ദർഭം നീ തളർന്നു പോകരുത്. തക്ക സമയത്ത് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ദേശത്തൊരു നിന്ദയായി മാറുവാൻ, നിന്റെ മക്കൾ ഒരു നിന്ദയായി മാറുവാൻ, ഒരു സംസാര വിഷയം, ഒരു പരിഹാസമായി മാറാൻ ലോകം ആഗ്രഹിക്കും. നിന്റെ സ്വന്തക്കാർ വരെ ആഗ്രഹിക്കുമ്പോൾ അവിടെ നിന്നെ തകർത്ത് കളയാതെ അവരുടെ മധ്യ മാനിച്ചുയർത്തുന്ന ദൈവമാണ് യേശു. ഹല്ലേലൂയ. തക്ക സമയത്ത് നിന്നെ മാനിക്കും. തക്ക സമയത്ത് നിന്നെ മാനിക്കും എന്നുള്ളത് ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പലരിലും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ,
മനസാന്തരത്തോടെ മടങ്ങി വരുന്നെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇന്നു മുതൽ പാപത്തിൽ നിങ്ങൾ ജീവിക്കരുത്. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. അവൻ നൽകുന്ന വിലയേറിയ രക്ഷയെ നിങ്ങൾ പ്രാപിക്കണം. ഹല്ലേലൂയ. ഇനി മുതൽ നിങ്ങൾ പാപത്തിൽ ജീവിക്കരുത്. പാപങ്ങളെ ഏറ്റുപറയണം. യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച വിലയേറിയ രക്ഷ സൗജന്യമായി നിങ്ങൾ പ്രാപിക്കണം. അതുകൊണ്ട് സാമ്യ സദൃശവാക്യം നമ്മൾ വായിച്ചതുപോലെ, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. നീ ലോകമനുഷ്യനായിരുന്നപ്പോൾ, ജാതികളെ പോലെ ജീവിച്ചപ്പോൾ, വിശ്വാസത്തിൽ നീ വരാതെ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ജീവിച്ച സമയത്ത് നീ പറഞ്ഞ വാക്ക, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന്. ഇവിടെ ശലോമോൻ പറയുന്നത്, നീ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. ഹല്ലേലൂയ. അത് പറയരുതെന്നാ. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കുമെന്ന. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്നവര്, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ എന്ന് പ്രവാചകൻ യെശയ്യാവ് 62:1 പറയുന്നുണ്ട്. ഭാഗത്തേക്ക് വിവരിക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്നേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വിലയേറിയ രക്ഷ നിനക്ക് സൗജന്യമായി നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ കൊടിയ പാപങ്ങളെ നീക്കി, നിന്റെ അകൃത്യങ്ങളെ നീക്കി ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. സമൂഹത്തിൽ നീ ഏൽക്കുന്ന നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും നീക്കി ദൈവം നിന്നെ മാനിച്ചുയർത്താൻ ആഗ്രഹിക്കുക. നീ പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുക. നഷ്ടപ്പെട്ട സകല നന്മകൾ ദൈവം തിരിച്ചു നൽകുവാൻ ആഗ്രഹിക്കുക. അല്ലേ, നീ മറ്റാർക്കും പ്രതികാരം ചെയ്യാതെ, ദോഷം ചെയ്യാതെ നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ നിന്റെ കുടുംബം ഐശ്വര്യപൂർണമായി മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. അത് ഏക രക്ഷകനേശു മാത്രം. ഹല്ലേലൂയ. അതേ ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, കർത്താവിനോട് നിന്റെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കാമോ? കർത്താവിന് വേണ്ടി നിന്റെ ജീവിതം ഒന്ന് വിട്ടുകൊടുക്കാമോ? നിനക്ക് യേശുവോട് പറയാമോ, കർത്താവേ, ആർക്കും ദോഷത്തിന് പ്രതികാരം ചെയ്യാതെ ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്ത് അങ്ങയുടെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. അവിടുത്തെ ഹിതമെന്നിൽ നിറവേറണമേ, ആ രക്ഷ എനിക്ക് വേണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ട് ഞങ്ങളുടെ കേരളത്തിലെ 3.25 കോടി ജനങ്ങളും തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളി ഇന്ത്യയിലെ 140 കോടി ജനത്തിനായി 29 സംസ്ഥാനങ്ങളിൽ 7 കേന്ദ്രത്തിൽ 6 ലക്ഷത്തിലെ ഗ്രാമങ്ങളെ, 7 ഭൂഖണ്ഡങ്ങളെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി 800 കോടി ജനങ്ങൾക്കായി കർത്താവിന്റെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേറ്റ്, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാരും രാജ്ഞിമാരും, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികളെ, ട്രൈബൽ മേഖലയിലെ ജനത്തെയും അധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSF, CRF, ഞങ്ങളുടെ എല്ലാ സൈന്യത്തെയും ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ നിയമനിർമ്മാണ രംഗത്ത് ക്രമസമാധാന പാലകരെ, രഹസ്യ വിഭാഗങ്ങളിൽ, പോലീസിലെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യൽ വിഭാഗങ്ങളെ ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുക, വാഹന യാത്രകൾ, വാഹന നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവർ, കടലോര വാസികൾ, തീരവാസികൾ, മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ. കർത്താവിൽ കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ച സകല ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ്, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും, ആമേ കർത്താവ് സഹകരണമേലും, പൊതുമേലും, ആരോഗ്യമേലും, വിദ്യാഭ്യാസമേലെ, സാമ്പത്തികമേലെ, സാമ്യം ബാങ്കിങ് മേഖലയായിരിക്കുന്നവർ, ഹല്ലേലൂയ. എല്ലാ ഖനികളും കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്ന എല്ലാ വ്യവസായികളും, വ്യാപാരികളെ, വഴിയുടെ കച്ചവടക്കാരെ, ആമേ കാർഷിക മേഖല, സ്വീയ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ. കർത്താവ് മത, സാമൂഹ്യ, സംസ്കാര സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാരെ ഒക്കെ ഓർത്ത്, ഭരണപ്രദേശ പാർട്ടികളെ ഓർത്ത് പ്രാർത്ഥിച്ച ബാലികൗമാരി, യുവനത്തിനും വാർദ്ധക്യം, വൃത്തരശമ, യാചകർ, ഓർഫനേജ് തടവറയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശരാജ്യ ജോലിക്കായി കിടന്ന് മണ്ഡലാറ്റിൽ കഷ്ടം സഹിക്കുന്നവർ, നാട്ടിൽ കിടന്നവർ, ഭാരപ്പെടുന്നു, വിസ നഷ്ടപ്പെട്ടവർ, വിസയുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, ജയിലിൽ കിടക്കുന്നവർ, മദ്യത്തെ അടിമകളായവർ, അല്ലെങ്കിൽ വിദേശ പീഡന സൗരിസവർമാർ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിടുതലും രക്ഷത്തേക്ക് കൊടുക്കണമേ. മനുഷ്യപരസ്പരം ശത്രുക്കളായി മാറാതെ, ഉപദ്രവികളായി മാറാതെ, മനുഷ്യർ നമ്മൾ തമ്മിൽ പ്രതികാരം ചെയ്യാതെ യഹോവയെ കാത്തിനും രക്ഷ പ്രാപിക്കുന്ന അനുഭവിച്ചത് കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജനത്തെ ഓർത്ത് മദ്യത്തിൽ, മയക്കും, പഞ്ചലഹരി അനുഭവപ്പെട്ട് കിടക്കുന്നവർ, തീവ്രവാദ, ഭീകരവാദ, വർഗീയത അകപ്പെട്ട് കിടക്കും വിടിവിക്കണം. എല്ലാ സാമൂഹിക വിരുദ്ധരെയും, എല്ലാ സദാചാര വിരുദ്ധരെയും ദൈവങ്ങളിൽ മാനസാന്തരം കൊടുക്കണമേ. എല്ലാ കർത്താവ് രാഷ്ട്രീയ വിരോധികളെയും,
എല്ലാ പ്രതികാര നടപടിക്കായി രക്തനായകരായി നടക്കുന്നവരെ മാനസാന്തരം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ മതവിരോധികൾക്കും മാനസാന്തരം കൊടുക്കണമേ. അബ്ഗാഹികളെ മയക്കുമരുന്ന് രൂപികളൊക്കെ ദൈവം സന്ദർശിക്കുന്നതായി, തലമുറയെ ദൈവം സൂക്ഷിക്കുന്നതായി, അധർമ്മത്തിൽ പെട്ടുപോകാൻ, പാപത്തിൽ വിടുപോകാൻ, നാമേ പാപത്തിൽ ജനം ഭരിക്കാൻ തയ്യാറാകാതെ, പാപത്തിൽ നശിച്ചു പോകാതെ ജനം മടങ്ങി വന്ന് ആത്മരക്ഷ പ്രാപിച്ച് യേശുക്രിസ്തുവിനെ വീണ്ടും ജനം പ്രാപ്തി ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകലത്തും പേര് ദൈവനീതി വെളിപ്പെടണമേ. ഞങ്ങളുടെ ദൈവമക്കളെ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തും ഒക്കെ കത്താൻ വേദിയിൽ അയക്കുന്ന ദൈവമക്കൾ ദൈവദാസന്മാർ കഷ്ടസഹിക്കും ജയിലിൽ കിടക്കുന്ന വിടുതൽ കൊടുക്കണമേ. തലമുറയില്ലാത്തവർ, വിവാഹ ജീവിതം ആഗ്രഹിക്കുക, ഭവനമില്ലാത്ത, സ്ഥലമില്ലാത്ത, കടക്കണിയാൽ ഭാരപ്പെടുന്നവർ, വിവിധ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ കടന്നുപോകുന്ന എല്ലാവരും വേണ്ടി ദൈവിക വിടുതൽ അയക്കുവാൻ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സകല മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.